സാർ ഒരു വീട് പണിയുമ്പോഴത്തേക്കും നമ്മൾ പല പല സ്റ്റേജസിലായിട്ട് പണിയുന്നതാണോ, ഇത് നമുക്ക് ഫണ്ട് വന്ന് റെഡിയായി പണിയുന്നതാണോ നല്ലത്, അതോ ലോൺ എടുത്ത് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണോ ഇപ്പോഴും നല്ലത് ഏതാണ്? അത് പല മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അന്നത്തേക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നന്നായിട്ടുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് പണിത് പോകുന്നതായിരിക്കും നേട്ടം ഉണ്ടാകുന്നത്. കാരണം വേറൊന്നുകൊണ്ടുമല്ല, മെറ്റീരിയൽസിൻ്റെ അതുപോലെ ലേബറും അതുപോലെ തന്നെ നല്ല രീതിയിൽ മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കടന്നു പോകുമ്പോൾ അത്രയും നാളുകളുള്ള ആ ഫ്ലക്ച്വേഷൻസിനെ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ ആൾക്കാരും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒറ്റ മാസം കൊണ്ട് പണിത് തീർത്തു അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട്. അതിനകത്ത് ഒരു ടെക്നിക്കലായിട്ടുള്ള വേറെ പ്രശ്നമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബീം കാസ്റ്റ് ചെയ്തു. ആ ബീം കാസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ മണ്ണിലോട്ട് ലോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യൂറിങ് പീരീഡ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ സിമെൻ്റ് ഒന്ന് സെറ്റാകാനായിട്ട് നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയുന്നതാണ് ക്യൂർ ചെയ്ത് അതിനകത്തുനിന്ന് അതിൻ്റെ ഹൈഡ്രേഷൻ എല്ലാം കഴിഞ്ഞ് ആ ബീം ഒരു 90-95% മുകളിലേക്ക് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡീഷട്ടർ ചെയ്തിട്ട് അതിൻ്റെ മണ്ണിലോട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ലോഡ് കയറ്റുന്നത്, അത് ബലക്ഷയങ്ങൾ കൂടുതൽ കാരണമാകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ടെക്നിക്കലായിട്ട് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ബിൽഡിങ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, താഴെ ഫൗണ്ടേഷൻ മുതൽ മണ്ടേ വരെ, അതായത് അതിൻ്റെ ഫുള്ള് സ്ട്രക്ചർ കവനീഷ് ചെയ്യുന്നത് വരെ ഒരു നോർമലായിട്ട് വരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നിന്നുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആക്കുന്നതിനകത്ത് അതായിരിക്കും നല്ലത്. ഈ പറയുന്ന ക്യൂറിങ് കാര്യങ്ങൾ, സ്ട്രെങ്ത് അച്ചീവ് ചെയ്യേണ്ട ആ കാര്യങ്ങളെല്ലാം ബാധിക്കാതെ നമ്മൾ ചുമ്മാ ഫാസ്റ്റായിട്ട് അങ്ങ് പോകുന്നതിനകത്തും കഥയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സ്ട്രെങ്തിനെയും ബാധിക്കും.